നമ്മൾ തിരിച്ചു വരികയാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ മലബാർ രാഷ്ട്രീയത്തെ നിർണായകമാക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചില വാർത്തകളിലേക്കാണ് പോകുന്നത്. ജമാഅത്തെ ഇസ്ലാമി RSS ചർച്ചയിൽ മുസ്ലിം സംഘടനകളുടെ രൂക്ഷമായ വിമർശനം തുടരുകയാണ്. RSSും ജമാഅത്തെ ഇസ്ലാമിയും വലിയ തരത്തിൽ ഒത്തുതീർപ്പ് രാഷ്ട്രീയം കളിക്കുന്നു എന്ന അടക്കമുള്ള ആരോപണങ്ങളാണ് വരുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട് കാപട്യമാണെന്ന് KNM സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ AI അബ്ദുൽ മജീദ് സൊലാഹി പ്രതികരിച്ചു. ജമാഅത്തെ ഇസ്ലാമിയുടെ കപടമുഖം മതേതര സമൂഹം തിരിച്ചറിയണമെന്നും അദ്ദേഹം പ്രതികരിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ട ശേഷം തിരിച്ചു വരും. ജമാഅത്തെ ഇസ്ലാമിയുടെ ചരിത്രം നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ജമാഅത്തെ ഇസ്ലാമിയും RSSും തമ്മിൽ വലിയ ബന്ധമാണ്. കൊണ്ടും കൊടുത്തുമാണ് ഈ രണ്ട് മതരാജ്യവാദി പ്രസ്ഥാനങ്ങളും വളർന്നിട്ടുള്ളത്. ജമാഅത്തെ ഇസ്ലാമിയുടെ ഉപോൽപ്പന്നമായ സിമി ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന അത്യന്തം അപകടകരമായൊരു ആശയം പറഞ്ഞു. ഹിന്ദുത്വ രാഷ്ട്രത്തിന് വേണ്ടി RSSും വാദിച്ചു. യഥാർത്ഥത്തിൽ ഈ വിചാരധാരയും ജമാഅത്തെ ഇസ്ലാമിയുടെ സൈദ്ധാന്തിക ഗ്രന്ഥമായ ഖുത്ബാത്തും താരതമ്യം ചെയ്യുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമിയും RSSും തമ്മിലുള്ള സാമ്യം നമുക്ക് ബോധ്യമാവും. രണ്ടു കൂട്ടരും പരസ്പരം പോഷിപ്പിച്ച് വളരുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ RSSുമായിട്ട് ജമാഅത്തെ ഇസ്ലാമി ഒരു ചർച്ച നടത്തി എന്ന് പറയുന്നതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. എന്തായാലും സമസ്തയും നിലപാട് കടുപ്പിക്കുകയാണ്. ജമാഅത്ത് ഇസ്ലാമിക്ക് RSSനെ ഭയമാണെന്നും അതുകൊണ്ടാണ് ചർച്ചയിൽ പങ്കെടുക്കാത്തതെന്നും സമസ്ത മശവറ ഉമർ ഫൈസി മുക്കം വ്യക്തമാക്കി. മുമ്പ് നിരോധിക്കപ്പെട്ടതുകൊണ്ട് വീണ്ടും നിരോധിക്കപ്പെടുമോ എന്ന ഭയമുണ്ടാകും. ഇങ്ങനെ ഭയപ്പെട്ട് കഴിയുന്നതിനേക്കാൾ നല്ലത് ജമാഅത്ത് ഇസ്ലാമി പിരിച്ചുവിടുന്നതാണെന്ന് ഉമർ ഫൈസി മുക്കം വ്യക്തമാക്കി. ഈ ഇടക്കാലത്ത് ഇവരുടെ ചാനൽ നിരോധനം ഏർപ്പെടുത്തിയിരുന്നല്ലോ. അതൊക്കെ ഇതിൻ്റെ പേടിക്ക് കാരണമായിരിക്കാം. ഇതുപോലെ അതിനേക്കാൾ വലിയതെന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നതിന് വേണ്ടിയിട്ടാണെങ്കിൽ അപ്പോൾ ഇതിന് നല്ലത് നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമി പിരിച്ചുവിട്ട് മുസ്ലിം സമുദായത്തിൻ്റെ ആ കൂട്ടായ്മയിൽ ലയിക്കുകയും ചേരുകയും ചെയ്യുന്നതാണ് നല്ലത്. ഒരൊറ്റപ്പെട്ട ഒരു ചെറിയ കൂട്ടമായി കൊണ്ട് പേടിച്ചരണ്ട് മുസ്ലിം ഉമ്മത്തിൻ്റെ ഒന്നായിട്ടുള്ള അവകാശവും അവകാശപ്പെട്ടുകൊണ്ട് ആരുടെ മുമ്പിൽ അടിയറ വെക്കാൻ പോകേണ്ടതില്ല എന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമി RSSന് ഭയപ്പെടുന്നു. ഇപ്പോൾ അവരങ്ങനെയാണല്ലോ അവരുടെ നിലപാടുകൾ. അവർക്കെതിരെ അല്ലെങ്കിൽ പ്രധാനമന്ത്രിക്കെതിരെ എന്തെങ്കിലും ഒന്ന് ഉച്ചരിച്ചാൽ അവരെ പേടിപ്പിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്ന അവസ്ഥ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പം അതിൽ ഭയപ്പെട്ടുകൊണ്ടായിരിക്കാം അക്കാര്യം തുറന്നു പറയണം. എന്തായാലും മുസ്ലിം രാഷ്ട്രീയത്തെ നിർണായകമാക്കുന്ന നീക്കങ്ങളാണ് മലബാർ മേഖലയിൽ നിന്നും പുറത്തു വരുന്നത്. മലപ്പുറം, കോഴിക്കോട് മേഖലകളിലായി വിവിധ കേന്ദ്രങ്ങളുടെ പ്രതികരണം ഈ ജമാഅത്തെ ഇസ്ലാമി RSS ചർച്ചയ്ക്കെതിരെ ഉയരുകയാണ്. എന്തിന് ഇത്തരമൊരു നീക്കത്തിന് ജമാഅത്തെ ഇസ്ലാമി തയ്യാറായി എന്ന വിമർശനമാണ് ഉയരുന്നത്. അശ്വിൻ വല്ലത്ത് നമുക്കൊപ്പം ചേരുന്നു. അശ്വിൻ, നമ്മൾ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചതാണ്. കാരണം ഈ ചർച്ച ഇത്തരമൊരു ചർച്ച നടന്നു എന്ന് സ്ഥിരീകരിക്കപ്പെട്ടതോടുകൂടി തന്നെ വലിയ തരത്തിലുള്ള വിമർശനമാണ് വിവിധ കോണുകളിൽ നിന്നും ഉയരുന്നത്. മുജാഹിദ് വിഭാഗം, സമസ്ത അടക്കം നിലപാട് കൂടുതൽ കടുപ്പിക്കുന്നു. എന്താണ് ഈ വിഷയത്തിലെ തുടർ നീക്കങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്? ഒപ്പം തന്നെ ഇവരൊക്കെ ഉന്നയിക്കുന്ന ഈ വിമർശനത്തിന്റെ ഒരു പ്രതിഫലനം അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രത്യാഘാതം ഏതു തരത്തിലായിരിക്കും അനുഭവപ്പെടുക? സജിത്ത്, ഗുരുതരമായ ആരോപണങ്ങൾ തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ഈ മറ്റു മുസ്ലിം സംഘടനകളൊക്കെ തന്നെ ഉന്നയിക്കുന്നത്. അതിൽ KNM സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള അബ്ദുൽ മജീദ് സൊലാഹി ഉന്നയിക്കുന്ന ഒരു വിമർശനം ഏറെ പ്രസക്തമാണ്. അദ്ദേഹം പറയുന്നത് ഈ ജമാഅത്തെ ഇസ്ലാമി മറ്റുള്ളവരെ എപ്പോഴും വിമർശിക്കും, മറ്റു സംഘടനകളുടെ സംഘപരിവാർ വിരുദ്ധതയ്ക്ക് തീവ്രത പോരാ എന്നും മറ്റു മതസംഘടനകൾ സംഘപരിവാറുമായി ഒത്തുതീർപ്പിലെത്തുന്നു എന്നും ഒക്കെ എപ്പോഴും വിമർശനം ഉന്നയിക്കുന്ന സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. എന്നാൽ അതേ ജമാഅത്തെ ഇസ്ലാമി RSSുമായി ചർച്ചയ്ക്ക് പോകുന്നു. ഇത്തരമൊരു ചർച്ച നടത്തുന്നതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. കാരണം ഈ ഇരു സംഘടനകളും RSSും ജമാഅത്തെ ഇസ്ലാമിയും പരസ്പരം പോഷിപ്പിച്ചുകൊണ്ടാണ് വളർന്നിട്ടുള്ളത് എന്നുള്ള ഒരു ആരോപണമാണ് മജീദ് സൊലാഹി ഉന്നയിക്കുന്നത്. പക്ഷേ മജീദ് സൊലാഹി അതോടൊപ്പം ചേർത്ത് പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. മുജാഹിദ് സമ്മേളനത്തിൽ PS ശ്രീധരൻപിള്ള വന്നപ്പോൾ വെള്ളിയാഴ്ച നടത്തുന്ന പ്രസംഗത്തിൽ വരെ അതിനെതിരെ സംസാരിച്ച് അതിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ച സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. അതേ ജമാഅത്തെ ഇസ്ലാമി
ഇസ്ലാമിയാണ് RSSന്റെ BJPയുടെ പോലുമല്ല RSSുമായുള്ള ചർച്ചകളിലേക്ക് പോകുന്നത്. ഇതെങ്ങനെ ശരിയാവും? ഇത് ഇരട്ടത്താപ്പാണ് എന്നുള്ള ഒരു വിമർശനം മജീദ് സ്വലാഹി ഉന്നയിക്കുന്നു. മറ്റൊന്ന്, ഇത് ഈ മുസ്ലിം സമുദായത്തിന് വേണ്ടി നടത്തിയ ചർച്ചയൊന്നുമല്ല, മറിച്ച് ഇത് ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയാണ് ഇത്തരമൊരു ചർച്ചയിലേക്ക് പോയത് എന്നുള്ള വിമർശനവും കൂടി മജീദ് സ്വലാഹി ഉന്നയിക്കുന്നുണ്ട്. സമാനമായ വിമർശനം തന്നെയാണ് സമസ്ത ഉന്നയിക്കുന്നത്. ഇന്നലെ സമസ്തയുടെ നേതാക്കൾ വിമർശനം ഉന്നയിച്ചിരുന്നെങ്കിലും സമസ്തയുടെ യുവ നേതാക്കളാണ് ഇന്നലെ കൂടുതൽ വിമർശനവുമായി രംഗത്തെത്തിയത്. പക്ഷേ എന്നാൽ മുഷാവറ അംഗങ്ങൾ തന്നെ രൂക്ഷമായ വിമർശനങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇന്നത്തേക്ക് കാര്യങ്ങൾ വ്യത്യസ്തമാക്കുന്നത്. സമസ്ത മുഷാവറ അംഗമാണ് ഉമർ ഫൈസി മുക്കം. അദ്ദേഹം ഉന്നയിക്കുന്ന ഒരു വിമർശനം പ്രസക്തമാണ്. അദ്ദേഹം ചോദിക്കുന്നത്, ജമാഅത്തെ ഇസ്ലാമി RSSനെ ഭയപ്പെടുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ ചർച്ചകളിലേക്ക് പോകുന്നത്. അങ്ങനെ ഭയപ്പെടാൻ നിരവധി കാരണങ്ങളുണ്ട്. അതിൽ ഉമർ ഫൈസി പറയുന്ന ചില കാരണങ്ങൾ, നേരത്തെയും ഈ BJP ഭരണത്തിൽ ഇല്ലാതിരുന്ന സമയത്തും ജമാഅത്തെ ഇസ്ലാമി നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ നിരോധിക്കപ്പെട്ട സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. അതേപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധമുള്ള സംഘടനകളും ഒക്കെ നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ നിരോധിക്കപ്പെട്ട സംഘടനയ്ക്ക് വീണ്ടും നിരോധിക്കപ്പെടുമോ എന്നുള്ള ഒരു ആശങ്കയുണ്ടാവും. ആ ആശങ്കയായിരിക്കാം ഒരുപക്ഷെ RSSുമായുള്ള ചർച്ചയിലേക്ക് ജമാഅത്തെ ഇസ്ലാമി എത്തിച്ചത്. അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനലിനെതിരായിട്ടുള്ള നടപടിയാവും. കേന്ദ്ര സർക്കാർ ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനലിനെതിരെ നടപടികളിലേക്ക് പോകുന്നുണ്ട്. ഈ നടപടികളാവാം ഈ ഇത്തരത്തിൽ ഒരു ചർച്ചയിലേക്ക് ജമാഅത്തെ ഇസ്ലാമി എത്തിച്ചത്. അത് എന്തു തന്നെയായാലും എന്ത് കാരണം കൊണ്ടാണ് അത്തരം ഒരു ചർച്ചയിലേക്ക് പോയത് എന്നുള്ളത് ജമാഅത്തെ ഇസ്ലാമി പൊതുജനങ്ങളോട് വ്യക്തമാക്കണം, മറ്റ് മുസ്ലിം സമുദായത്തോട് അക്കാര്യം വ്യക്തമാക്കണം. അല്ലാതെ മുഴുവൻ മുസ്ലിം സമുദായത്തിന്റെയും ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി ഈ ചർച്ചയിലേക്ക് പോകേണ്ടതില്ല എന്നൊരു നിലപാട് ഉമർ ഫൈസി മുക്കം സമസ്ത മുഷാവറ അംഗം വ്യക്തമാക്കുന്നു. മാത്രമല്ല, കേരളത്തിൽ നിന്നുള്ള മറ്റ് മുസ്ലിം സംഘടനകളൊന്നും തന്നെ ഈ ചർച്ചയിൽ പങ്കെടുത്തിട്ടില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളുള്ള അനുയായികളുള്ള സംഘടനയാണ് സമസ്ത. അവർ പങ്കെടുത്തിട്ടില്ല. മുജാഹിദ് വിഭാഗം പങ്കെടുത്തിട്ടില്ല. AP വിഭാഗം പങ്കെടുത്തിട്ടില്ല. ഇങ്ങനെ പ്രധാനപ്പെട്ട മുസ്ലിം സംഘടനകളൊന്നും പങ്കെടുക്കാതിരിക്കുകയും ജമാഅത്തെ ഇസ്ലാമി മാത്രം ഈ ചർച്ചയിൽ പങ്കെടുക്കുകയും ചെയ്യുന്നതിൽ മറ്റു സംഘടനകൾ ഈ ചർച്ചയിൽ പങ്കെടുത്തു എന്ന് ജമാഅത്തെ ഇസ്ലാമി പറയുന്ന മറ്റു സംഘടനകൾ ഉത്തരേന്ത്യയിൽ നിന്നുള്ള സംഘടനകളാണ്. ഈ കേരളത്തിൽ നിന്നുള്ള മറ്റു സംഘടനകളൊന്നും തന്നെ ഈ ചർച്ചയിൽ പങ്കെടുത്തിട്ടുമില്ല. അതുകൊണ്ട് എന്ത് കാരണം കൊണ്ടാണ് ഈ ചർച്ചയിൽ പങ്കെടുത്തത് എന്നൊക്കെയുള്ള കാര്യത്തിൽ ജമാഅത്തെ ഇസ്ലാമി വ്യക്തത വരുത്തണം. ഇങ്ങനെ ഒന്നും പറയാതെ കാര്യങ്ങൾ വിശദീകരിക്കാതെ ഒളിച്ചു കളിക്കുന്നത് ശരിയല്ല എന്നൊരു അഭിപ്രായമാണ് ഉമർ ഫൈസി മുക്കം പറയുന്നത്. അങ്ങനെ എല്ലാ സംഘടനകളിൽ നിന്നും രൂക്ഷമായ വിമർശനമുയരുന്നു. ജമാഅത്തെ ഇസ്ലാമി ഈ RSSുമായി നടത്തിയ ചർച്ചയുടെ പേരിൽ സമുദായത്തിൽ കൂടുതൽ ഒറ്റപ്പെടുകയും ചെയ്യുന്ന കാഴ്ചയാണ് ഈ ദിവസങ്ങളിൽ കാണുന്നത്. പക്ഷേ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയിട്ടും ഇതിൽ ഒരു ഔദ്യോഗിക വിശദീകരണത്തിനോ അല്ലെങ്കിൽ പരസ്യമായ ചർച്ചകൾക്കോ ജമാഅത്തെ ഇസ്ലാമി തയ്യാറാവുന്നില്ല എന്നതും വളരെ പ്രസക്തമാണ്. ഇന്നലെ ചർച്ചകൾക്ക് നിശ്ചയിച്ച പ്രതിനിധികളെ ജമാഅത്തെ ഇസ്ലാമി അവസാന ഘട്ടത്തിൽ പിൻവലിക്കുന്നു. ചാനൽ ചർച്ചകളിലേക്ക് നിശ്ചയിച്ചിരുന്ന പ്രതിനിധികളെ അവസാന ഘട്ടത്തിൽ പിൻവലിക്കുന്നു. കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് കടക്കേണ്ടതില്ല എന്നുള്ള നിർദ്ദേശം മറ്റ് നേതാക്കൾക്ക് നൽകുന്നു. പരസ്യ പ്രതികരണങ്ങളിലേക്ക് യാതൊരു കാരണവശാലും ആരും പോകരുത്, മാധ്യമങ്ങളോട് സംസാരിക്കരുത് എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നു. ഇതൊക്കെ തന്നെ വീണ്ടും വിമർശനങ്ങൾ ശക്തമാക്കാൻ കാരണമാവുന്നുണ്ട്. കാരണം ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു ചർച്ച നടത്തിയത് എന്നുള്ള കാര്യത്തിൽ വിശദീകരണം നടത്തേണ്ടത് ജമാഅത്തെ ഇസ്ലാമി തന്നെയാണ്. മറിച്ച് RSSന്റെ ഭാഗത്തു നിന്നാണെങ്കിൽ ചില വിശദീകരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുമുണ്ട്. അവരുടെ ചില നേതാക്കൾ തന്നെ ഈ പശുവിനെ കൊല്ലരുത് എന്നൊക്കെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ചയിൽ ആവശ്യപ്പെട്ടു എന്നൊക്കെയുള്ള വെളിപ്പെടുത്തലുകൾ നടത്തുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ കൂടി ഇത് പ്രസക്തമാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ ഭാഗത്തു നിന്നുള്ള മൗനം പ്രസക്തമാണ്. എന്തുകൊണ്ട് കൂടുതൽ വിവാദങ്ങളിലേക്ക് പോവാതിരിക്കാനാണോ അതോ ചർച്ചയുടെ വിശദാംശങ്ങളിലേക്ക് പോവാതിരിക്കാനാണോ ജമാഅത്തെ ഇസ്ലാമി കൂടുതൽ പരസ്യ പ്രതികരണങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് എന്നുള്ള ചോദ്യം മറ്റു സമുദായ സംഘടനകൾ ഉയർത്തുന്നുണ്ട്. ആ സാഹചര്യത്തിലാണ് മജീദ് സ്വലാഹിയുടെയും ഉമർ ഫൈസി മുക്കത്തിന്റെയും ഒക്കെ തന്നെ വിമർശനങ്ങൾ പ്രസക്തമാവുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കൾ ആരും തന്നെ പരസ്യമായ പ്രതികരണങ്ങൾക്ക് തയ്യാറാവുന്നില്ല. അതേസമയം മറ്റു സംഘടനകൾ രൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്നു. ഒപ്പം തന്നെ മുസ്ലിം ലീഗും കോൺഗ്രസും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളും ഈ കാര്യത്തിൽ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. ഏത് സാഹചര്യത്തിലായാലും RSSുമായി നടത്തിയ ചർച്ച തെറ്റായിപ്പോയി എന്നൊക്കെയുള്ള തരത്തിലുള്ള വിമർശനങ്ങൾ മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ കൂടുതൽ ഒറ്റപ്പെടുകയാണ് ജമാഅത്തെ ഇസ്ലാമി. ഈ സംഘടനകൾക്കിടയിലും മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കിടയിലും കൂടുതൽ ഒറ്റപ്പെടുകയാണ് എന്ന് തന്നെ വ്യക്തമാവുന്നുണ്ട്. പക്ഷേ ഈ കാര്യത്തിൽ ഒരു പ്രതികരണങ്ങളിലേക്ക് പോയിട്ട് ഈ എന്തുകൊണ്ട് ചർച്ചയിൽ പങ്കെടുത്തു എന്നുള്ള കാര്യത്തിൽ വിശദീകരണം നടത്താൻ ആ സംഘടനയോട്ട് തയ്യാറാവുന്നുമില്ല. അവരുടെ നേതൃത്വം അതിൽ നിന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് നേതാക്കളെ പിൻവലിക്കുകയാണ് ചെയ്യുന്നത്. അതേസമയം മറ്റു സംഘടനകൾ കൂടുതൽ രൂക്ഷമായ പ്രതികരണങ്ങൾ നടത്തുന്നു. കൂടുതൽ ആരോപണങ്ങൾ ഇവർക്കെതിരെ ഉന്നയിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമിക്ക് നഷ്ടപ്പെടാൻ എന്തൊക്കെയോ ഉള്ളതുകൊണ്ടാണ് ഇത്തരത്തിൽ ചർച്ചയിലേക്ക് പോയത്. അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക്, ആ സംഘടനയുടേതായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. അത് മറിച്ച് മുസ്ലിം സമുദായത്തിന്റെ മൊത്തത്തിലുള്ള ഒരു ആവശ്യത്തിന് വേണ്ടിയല്ല ഈ ചർച്ചയിലേക്ക് ജമാഅത്തെ ഇസ്ലാമി പങ്കെടുക്കുന്നത് എന്നുള്ള നിലയ്ക്കാണ് ഉയർന്ന വിമർശനങ്ങൾ. സജിത്.
ശരി.